നമ്മുടെ വേദ ഇങ്ങനെ പാലും ഒക്കെ ആയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാണ്. എന്നിട്ട് ഇങ്ങനെ റൂമിലോട്ട് കടന്നു വരുന്നതും ഹലോ എന്ന് വിളിക്കുവേ. ഹലോ എന്ന് വിളിച്ചപ്പോഴത്തേക്കിന് നമ്മുടെ വിക്രം ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് ഹലോ എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നോക്കത്തില്ലേ, മിസ്റ്റർ വെട്ടുപോത്തേന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നോക്കിയിട്ടൊരു ചിരിയൊക്കെ കൊടുക്കുവേ. എന്നിട്ട് പാല് വെച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അച്ഛമ്മ പുതിയ പേര് തന്ന കാര്യം മറന്നുപോയി. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ താടിക്ക് കൊടുത്തിട്ട് വേദം ഇങ്ങനെ വിളിക്കുകയെ വിക്രൂന്നിങ്ങനെ വിളിക്കും കേട്ടോ. ദേ എന്നെ പരിഹസിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. അയ്യോ അങ്ങനല്ല, സ്നേഹം കാണിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കണമെന്നാണ് നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുവേ. നീ നോക്കിക്കോ, ആ തള്ള ഇവിടുന്ന് പോവുമല്ലോ, അതിനുശേഷം നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ടേ. അയ്യോ നിങ്ങളുടെ അച്ഛമ്മേനെയാണോ ഇങ്ങനെ വിളിക്കുന്നത്? അത് നിങ്ങളോട് ഇത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള ആളിനെ വിക്രു സ്നേഹത്തോടെ അച്ഛമ്മേനെ തള്ളേന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ ചെന്ന് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുവേ. വേണ്ട, നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടെന്ന് ആ പാവം വേദനിക്കും. എന്നിട്ട് പോയിട്ട് പാലെടുത്ത് വിക്രത്തിന് കൊടുക്കുവേ. പാലോ, ഇതെന്താ പുതിയൊരു ഏർപ്പാടെന്ന് ഇങ്ങനെ ചോദിക്കുവേ. ഇതേ എൻ്റെ ഏർപ്പാടല്ല, ആ തള്ളേന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ച് വിട്ടില്ലേ, അവർ തന്നതാണ്. കൊണ്ടുപോയി തള്ളയുടെ തലയിൽ ഒഴിക്കാൻ പറയും ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുക. അപ്പോഴത്തേക്കും എടി എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കയ്യെ പിടിച്ച് തിരിച്ച് വലിക്കുവേ. ഡിയർ ഫ്രണ്ട്സ്, ചിരിക്കേണ്ട മുഹൂർത്തങ്ങളാണ് ഉണ്ടാവുന്നത്. നീ ഇതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിക്രം തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ പറയും നിങ്ങളല്ലേ ഇതുകൊണ്ട് തള്ളയുടെ തലയിൽ ഒഴിക്കാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ തലയിൽ ഒഴിക്കാൻ പോയതാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോൾ പിന്നെ ഞാൻ പോയി ഒഴിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയേ. നിനക്ക് വലിയ അനുസരണയാണല്ലോ, ഇങ്ങിതാ ഞാൻ കുടിക്കാം എന്നിങ്ങനെ പറയുക. എന്നിട്ട് ഇങ്ങനെ വേദ വീണ്ടും പറയേ വേണ്ടാന്നേ ഞാൻ തന്നെ തലയിൽ ഒഴിക്കാന്ന് പറയുവേ. ഇങ്ങിതാന്നും പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി പോയിക്കൂടെയും ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് പറയേ നാളത്തേക്കിന് വേണ്ടിയിട്ട് വല്ലതും പാക്ക് ചെയ്യാനുണ്ടോ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയേ. നീ ദയവ് ചെയ്ത് നാളെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാതിരിക്കാവോ എന്നിങ്ങനെ ചോദിക്കുവേ. അയ്യടാ, പരിപാടിയുടെ പ്രധാന അട്രാക്ഷൻ ഞാനായിരിക്കുമ്പോൾ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാന്നേ. എന്താണേലും ശ്രീനിവാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മാലയിട്ടു. അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് തറവാട്ടമ്പലത്തിൽ പോയിട്ട് അവിടെ ഒന്നിടാം, അതും കിടക്കട്ടെ എന്നേ കഴുത്തിൽ എന്നിങ്ങനെ പറയുവേ. ഇനിയും എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നിങ്ങനെ വേദ പറയുവേ. അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വാതിലിൻ്റെ അവിടെ എത്തുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പാല് കുടിക്കും കേട്ടോ. ആ പാല് കുടിക്കുന്ന കറക്റ്റ് സമയത്തിന് വിക്രൂന്ന് വിളിക്കുവേ. അപ്പം നമ്മുടെ വിക്രു ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് വിക്രൂന്ന് കേട്ടപ്പോഴത്തേക്കിനും ഒന്ന് ചുമക്കും കേട്ടോ. ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞയക്കുവേ. ഏത് ഇവിടെയാണോ കിടക്കുന്നത്, മോൾ ഇവിടെയാണോ കിടക്കുന്നതെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണങ്ങിയിട്ട് ഇവിടെ വന്ന് കിടക്കുവാണോ? നാളെ മാല ചേർത്താനുള്ള കുട്ടികളല്ലേ നിങ്ങളിങ്ങനെ ചെയ്യാം. എന്നിട്ട് മുത്തശ്ശി അവിടുന്ന് പറയുവേ എണീക്കാൻ പറയേ. വേഗം എണീക്കുക എന്ന് പറയും കേട്ടോ.